നമസ്കാരം. ഇന്ത്യക്കുമേൽ പണിയാൻ ട്രംപ് ഇനിയും എങ്ങനെ ചാടിയാലും നടക്കില്ല. അതിനി തനിക്ക് മനസ്സിലായിട്ടില്ലേ ഊള ട്രംപേ. താൻ എന്തൊക്കെ ചെയ്തു ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ, എന്നിട്ട് വല്ലതും നടന്നു? ഇന്ത്യയിലെ ടെക്കുകൾക്കിട്ട് പണിയാമെന്ന ധാരണയോടെ വിസയ്ക്കിട്ടു പണിതു. എന്നിട്ട് എന്തേ ഇന്ത്യക്ക് ഏറ്റു? ഇല്ലല്ലോ. ഇന്ത്യക്ക് അറിയാം ട്രംപിന്റെ പണികളെ എങ്ങനെ നേരിടണമെന്ന്. ഇന്ത്യക്കിട്ട് ചൊറിയാനായി ഇപ്പോൾ മറ്റൊരു പ്ലാനിങ്ങുമായി ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. അതായത് വിസയിലൊന്നും പണിഞ്ഞിട്ട് ഇന്ത്യക്കിട്ട് ഏറ്റില്ലല്ലോ, എന്നാൽ മരുന്നിൽ പണിയാമെന്ന്. എങ്ങനെ എന്നല്ലേ? അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ 1 മുതൽ 100% വരെ തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയതും. ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലേക്കും കനത്ത തിരിച്ചടിയാകുമെന്ന വലിയ പ്രതീക്ഷയൊക്കെയാണ് ട്രംപിലുള്ളത്. 2025 ഒക്ടോബർ 1 മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും തങ്ങൾ 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചതിന് പുറമെയാണ് കിച്ചൺ ക്യാബിനറ്റുകൾ, ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് 50% തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്ഹോൾസ്റ്റൽ ഫർണിച്ചറുകൾ 30%വും ഹെവി ട്രക്കുകൾക്ക് 25%വും തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇതു സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് 27 മുതൽ ഇത് 50%ആക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മരുന്നുകൾക്ക് 100% വരെ തീരുവയും പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇതിൽ 31% അമേരിക്കയിലേക്കായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം $3.7 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്തത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 45%വും ബയോസിമിലിയർ മരുന്നുകളിൽ 15%വും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഡോക്ടർ റെഡ്ഡീസ്, അരബിന്ദോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ 30 മുതൽ 50% അമേരിക്കൻ വിപണിയിൽ നിന്നാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമ മേഖലയിൽ വലിയ തോതിൽ ബാധിച്ചേക്കാം. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനുള്ള തന്ത്രം മോദി സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച